ഹായ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൻട്രൽ ലിമിറ്റ് തിയറം. ആദ്യം നമുക്ക് IID എന്താണെന്ന് നോക്കാം. എന്താണ് IID? ഐഡന്റിക്കലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. IID റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് x1, x2, etc. is identically and independently distributed, that is IID, if they are all independent and all of them having the same probability distribution. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് തന്നിരിക്കുകയാണ് x1, x2, etc. ഇതിന് നമുക്ക് IID എന്ന് പറയണമെങ്കിൽ ഇതിന് എല്ലാത്തിനും സെയിം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതുപോലെ ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐഡന്റിക്കലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് എന്ന് പറയാം. ഇനി നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണെന്ന് നോക്കാം. Let x1, x2, etc. xn be a sequence of IID random variable, each having mean mu and variance sigma square. അതായത് ഒരു സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ട്. x1, x2, etc. xn be a sequence of random variables. ഇത് ഓരോന്നിന്റെയും മീൻ എന്താണ്? മീൻ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ Sn എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ സം ആണ്. Sn ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn. അപ്പൊ ഇതിന്റെ മീൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു എന്ത് വരും? സം ബൈ എൻ അല്ലേ? Sn ബൈ എൻ. അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn ബൈ എൻ. എന്താണ് കിട്ടിയത്? എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ Zn രണ്ട് ഫോർമുല ഉണ്ട്. Zn നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് അറിയാമെന്നുള്ളത് Sn ആണെങ്കിൽ, അതായത് സം ആണ് അറിയാമെന്നുള്ളതെങ്കിൽ Zn ഈക്വൽ ടു Sn മൈനസ് എൻ മ്യൂ ബൈ സിഗ്മ റൂട്ട് n. നമുക്ക് മീൻ ആണ് അറിയാമെങ്കിൽ Zn ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇതാണ് ഇവിടെ സിഗ്മ റൂട്ട് n ആണ്, ഇവിടെ സിഗ്മ ബൈ റൂട്ട് n. ഇനി എന്താണ് ഇത് വരുന്നത്? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ടാണ് എത്തുന്നത്. പിന്നെ നമുക്ക് നോർമൽ ടേബിൾ നോക്കിയാണ് ചെയ്യാൻ പറ്റുന്നത്. എന്ത് പറയാം? ഈ Sn ആണ് വരുന്നതെങ്കിൽ Sn ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ. ഈ Sn ആണ് വരുന്നതെങ്കിൽ Sn ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ വിത്ത് മീൻ എൻ മ്യൂ. ഇതിന്റെ മീൻ എന്താണ്? എൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n. അങ്ങനെ എന്ത് പറയാം? Sn ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എൻ മ്യൂ ആൻഡ് ഇവിടെ എന്താണ് വേണ്ടത്? വേരിയൻസ് ആണ് എഴുതേണ്ടത്. വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n. അതിന്റെ സ്ക്വയർ എന്താണ്? സിഗ്മ സ്ക്വയർ n. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് അതിന്റെ പാരാമീറ്റേഴ്സ് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ മീനും സിഗ്മ സ്ക്വയറും ആണ്. സിഗ്മ സ്ക്വയർ എന്താണ്? വേരിയൻസ് ആണ്. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ മ്യൂ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഈ Sn എത്തുമ്പോഴത്തേക്ക് Sn ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ വിത്ത് മീൻ എന്താണ്? എൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n. അതേപോലെ എക്സ് ബാറിന്റെ കാര്യം വരികയാണെങ്കിലോ, എക്സ് ബാർ ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എൻ മ്യൂ. അടുത്ത വേരിയൻസ് ആണ് വേണ്ടത്. വേരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ ബൈ റൂട്ട് n. അപ്പൊ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n. കണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പ്യൂട്ടർ ജനറേറ്റ്സ് 20 റാൻഡം നമ്പേഴ്സ് വിച്ച് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 0 and 1. ഫൈൻഡ് അപ്രോക്സിമേറ്റ്ലി ദ പ്രോബിലിറ്റി ദാറ്റ് ഫസ്റ്റ് പാർട്ട് their sum is at least 10. സെക്കൻഡ് പാർട്ട് their average is between 0.4 and 0.6. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ 20 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സൊല്യൂഷൻ ആയിട്ട് ലെറ്റ് xi denote the ith റാൻഡം നമ്പർ ജനറേറ്റഡ്. xi എന്താണ്? ആ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ith റാൻഡം നമ്പർ ആണ് xi. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്? 20 റാൻഡം നമ്പേഴ്സ് ആണ്. 20 റാൻഡം നമ്പേഴ്സ്. അപ്പൊ എന്ത് വരും? then x1, x2, etc. x20 may be regarded as a set of IID random variables അല്ലേ? each are uniformly distributed in 0,1 എന്ന് പറയുന്നുണ്ട് അല്ലേ? 20 റാൻഡം നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താണ്? x1, x2, etc. x20. ഇതെന്താണ്? ഓരോന്നും IID റാൻഡം വേരിയബിൾസ് ആണ്. ഇത് ഓരോന്നും എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 0,1 ആണ്. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാം? നമുക്കിത് ചെയ്യാനായിട്ട് മീനും വേണം, വേരിയൻസും വേണം. അപ്പൊ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. എന്താണ് മീൻ എന്ന് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്
യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്? എ പ്ലസ് ബി ബൈ 2 എന്നാണ്. അതായത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പൊ 1/2 എന്ന് വരും, അതായത് 0.5. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസിന്റെ ഫോർമുല എന്താണ്? ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദ ഹോൾ സ്ക്വയർ ബൈ 12 നമുക്ക് 1/12 എന്ന് കിട്ടും. കണ്ടോ? നമ്മളിപ്പോ കണ്ടുപിടിച്ചത് മീനും വേരിയൻസും ആണ്. മീൻ എന്താണ്? മ്യൂ. വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇത് രണ്ടുമാണ് കണ്ടുപിടിച്ചത്. നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ് പറയുന്നത്? their sum is at least 10. ഇതിന്റെ സം. അപ്പൊ സമ്മിന്റെ കാര്യമാണ്. ലെറ്റ് s ഈക്വൽ ടു എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn. ഇവിടുത്തെ n എന്താണ്? വിത്ത് n ഈക്വൽ ടു 20 അല്ലേ? ക്വസ്റ്റ്യൻ പറയുന്നത് their sum is at least 10 എന്നാണ്. അതുകൊണ്ട് നമ്മൾ സം എടുത്തു. സം എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു x20 എന്ന് വരും. ഇനി എന്താണ്? നമ്മുടെ സെൻട്രൽ ലിമിറ്റ് തിയറം അനുസരിച്ച് s വരെയാണെങ്കിൽ s is approximately normal with mean എന്താണ്? n mu and variance n sigma square അല്ലേ? s എടുക്കുകയാണെങ്കിൽ സം എടുക്കുകയാണെങ്കിൽ ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം s is approximately normal with mean n mu and variance n sigma square. n mu എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ n mu ആണ്. n 20 ആണ്. mu എന്താണ്? 0.5. നമുക്ക് 10 എന്ന് കിട്ടി. വേരിയൻസ് എന്താണ്? n sigma square. അപ്പൊ എന്ത് വരും? n 20 ആണ്. സിഗ്മ സ്ക്വയർ എന്താണ്? 1/12. അപ്പൊ നമുക്ക് 1.67 എന്ന് കിട്ടി. ഇനി എസ് എൻ വരുമ്പോൾ ഉള്ള ഫോർമുല എന്താണ്? സം വരുമ്പോൾ ഉള്ള ഫോർമുല, അതായത് ഇസഡ് എന്ത് വരും? ഇസഡ് ഈക്വൽ ടു എസ് വരെയാണെങ്കിൽ എസ് മൈനസ് എസ് വരെയാണെങ്കിൽ ഏത് ഫോർമുലയാണ് വരുന്നത്? എസ് മൈനസ് എൻ മ്യൂ ബൈ സിഗ്മ റൂട്ട് എൻ അല്ലേ? നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഫോർമുലയാണ്. ഒന്നാമത്തെ ഫോർമുല സം വരുമ്പോൾ ഇസഡ് എന്താണ്? എസ് മൈനസ് എൻ മ്യൂ ബൈ സിഗ്മ റൂട്ട് എൻ. അതായത് എസ് മൈനസ് എൻ മ്യൂ ബൈ സിഗ്മ റൂട്ട് എൻ എന്ത് വരും? എസ് മൈനസ് എൻ മ്യൂ നമുക്ക് കിട്ടി 10. എസ് മൈനസ് 10 ബൈ സിഗ്മ റൂട്ട് എൻ എന്താണ്? ഇതിന്റെ റൂട്ട് വരും. അപ്പൊ റൂട്ട് 1.67 എന്ന് കിട്ടും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? their sum is at least 10. അതായത് പ്രോബിലിറ്റി ഫോർ their sum is at least 10 എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞത് 10 എങ്കിലും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എസ് സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 10 അല്ലേ? കുറഞ്ഞത് 10 എങ്കിലും. അപ്പൊ 10-നേക്കാളും കൂടിയിരിക്കാം. പ്രോബിലിറ്റി ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 10. ഇതെന്ത് ചെയ്യാം? രണ്ട് സൈഡ് നമുക്ക് ഇതേപോലെ ആക്കാം. ഇതേപോലെ ആക്കണ എന്താണ്? 10 മൈനസ് ചെയ്യാം. റൂട്ട് 1/1.67 ബൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എസ് മൈനസ് 10 ബൈ റൂട്ട് 1.67 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അവിടെയും 10 മൈനസ് ചെയ്യാം. റൂട്ട് 1.67 ബൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? അത് 0 അല്ലേ? ഇത് ഇസഡ് എൻ ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതെന്തായി? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞ പ്രോബിലിറ്റി എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് ഈ സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് അല്ലേ? നടുക്ക് 0 ആണ്. ഹാഫ് പ്രോബിലിറ്റി 0.5 ആണ്. ഇപ്പുറവും 0.5 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി അണ്ടർ ദ നോർമൽ കർവ് ഈസ് 1. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. അപ്പൊ 0ക്ക് ശേഷമുള്ളത് മാത്രം, പോസിറ്റീവ് സൈഡിലുള്ളത് മാത്രം എന്താണ്? മൊത്തം 1 ആണ്. അപ്പൊ പോസിറ്റീവ് സൈഡിലുള്ളത് ഹാഫ് ആണ്. അപ്പൊ എന്ത് വരും? അതിന്റെ പകുതിയാണ് 1/2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതായത് 0.5 എന്ന് കിട്ടും. കേട്ടോ? നമ്മുടെ ഫസ്റ്റ് പാർട്ടിന് ആൻസർ ആയി. അതായത് their sum is at least 10 വരാനുള്ള പ്രോബിലിറ്റി ആണ് 0.5 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് പറയുന്നത് their average is between 0.4 and 0.6. അതിന്റെ ആവറേജ് ആണ്. ആവറേജ് എന്താണ്? എക്സ് ബാർ. ലെറ്റ് എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn ബൈ n. n 20 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ചിട്ട് എന്താണ്? എക്സ് ബാർ ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ വിത്ത് മീൻ മ്യൂ അല്ലേ? എക്സ് ബാർ ആണ് വരുന്നതെങ്കിൽ എക്സ് ബാർ ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ വിത്ത് മീൻ മ്യൂ. മ്യൂ എന്താണ്? നേരത്തെ കണ്ടുപിടിച്ചു 0.5 എന്ന്. ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്?
സിഗ്മ ബൈ റൂട്ട് എൻ അല്ലേ. അപ്പൊ ഇസഡ് എന്ത് വരും? ഇസഡ് എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. ഇതാ രണ്ടാമത്തെ ഫോർമുലയാണ്. എക്സ് ബാർ വരുമ്പോഴത്തേക്ക് മീൻ മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ ബൈ റൂട്ട് എൻ. അപ്പൊ ഇസഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. മ്യൂ എന്താണ്? 0.5 ആണ്. സിഗ്മ ബൈ റൂട്ട് എൻ കണ്ടുപിടിക്കണം. സിഗ്മ എന്താണ്? നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു 1/12 എന്ന്. അപ്പം അല്ല, റൂട്ട് 1/12. സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് 1/12 ആണ്. സിഗ്മ സ്ക്വയർ ആണ് 1/12 ബൈ റൂട്ട് എൻ. എന്താ 20. അപ്പൊ റൂട്ട് 20 ചെയ്യുമ്പോഴത്തേക്ക് 0.065 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? എക്സ് ബാർ മൈനസ് 0.5 ബൈ 0.065. ഇതെന്താണ്? ഈസ് അപ്രോക്സിമേറ്റ്ലി എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദെയർ ആവറേജ് ഈസ് ബിറ്റ്വീൻ 0.4 ആൻഡ് 0.6 കണ്ടുപിടിക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ്, രണ്ടാമത് നമ്മൾ ചെയ്യണേ, കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ്, റിക്വയർഡ് പ്രോബിലിറ്റി എന്താണ്? ആവറേജ് ഈസ് ബിറ്റ്വീൻ, ആവറേജ് എക്സ് ബാർ ഈസ് ബിറ്റ്വീൻ 0.4 ആൻഡ് 0.6. 0.4നും 0.6നും ഇടയ്ക്ക് വരുന്ന, അതിന്റെ ആവറേജ് 0.4നും 0.6നും ഇടയ്ക്ക് വരുന്നതിനുള്ള പ്രോബിലിറ്റിയാണ്. നമുക്കിത് നോർമലിലോട്ട് എങ്ങനെ മാറ്റാം? ഇതേപോലെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് എല്ലാ സൈഡും നമുക്ക് 0.5 മൈനസ് ചെയ്യാം, അതേപോലെ 0.065 ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഒരു 0.4 ഉണ്ട് മൈനസ് 0.5 ബൈ 0.065 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ് ബാർ വരുമ്പോൾ എന്താണ്? എക്സ് ബാർ മൈനസ് 0.5 ബൈ 0.065 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6 മൈനസ് 0.5 ബൈ 0.065. ഇവിടെ കിട്ടിയ ടേം പോലെ എല്ലാം ആക്കിയതാണ്. അതായത് ഈ 0.4നെ 0.5 മൈനസ് ചെയ്തു, 0.065 ഡിവൈഡ് ചെയ്തു. അതേപോലെ എക്സ് ബാറിനെയും 0.5 മൈനസ് ചെയ്തു, 0.065 ഡിവൈഡ് ചെയ്തു. 0.6നെയും 0.5 മൈനസ് ചെയ്തു, 0.065 ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് പ്രോബിലിറ്റി ഓഫ് നെഗറ്റീവ് 1.5385 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5385. ഇതാണ് കിട്ടിയത്. ഇനി നോർമൽ ടേബിൾ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ആദ്യം നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം, ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാക്കാം ഇതിനാണ്. എന്താണ് പറയുന്നത്? നോർമൽ ടേബിൾ ഈസ് ബെൽ, അല്ല, നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ഒരു നോർമലിന്റെ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് ബെൽ ഷേപ്ഡ് ആണ്. ആൻഡ് ഈ സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. നടുക്ക് 0 ആണ്, ഇങ്ങോട്ട് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് 1.5385, ഇപ്പുറത്തൊരു പോസിറ്റീവ് 1.5385. രണ്ടിനിടയ്ക്കില്ലേ? ഇത്രയാണ് വേണ്ടത്. നമുക്കൊരു നോർമൽ ടേബിളിൽ നിന്ന് 0 to പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 0 to ഒരു പോസിറ്റീവ് വാല്യൂ ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താണ്? സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്. അപ്പൊ 0 to നെഗറ്റീവ് 1 പോയിന്റ് എന്ന് പറയുന്നതും 0 to പോസിറ്റീവ് 1.5385 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ആദ്യം ഈ നെഗറ്റീവ് മുതൽ 0 വരെ ഉള്ളതും പ്ലസ് 0 മുതൽ 1 പോയിന്റ് ഇതുവരെയുള്ളതല്ലേ, രണ്ടും കൂടെ സമ്മല്ലേ. അതായത് പ്രോബിലിറ്റി ഓഫ് നെഗറ്റീവ് 1.5385 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് ഈ നെഗറ്റീവ് പോയിന്റ് മുതൽ 0 വരെയുള്ളത് പ്ലസ് 0 മുതൽ ഈ പോസിറ്റീവ് പോയിന്റ് വരെയുള്ളത് പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5385. ഇനി എന്താണ്? നെഗറ്റീവ് സൈഡിലുള്ളത് സിമെട്രിക് ഇൻ ദി പോസിറ്റീവ് സൈഡ് അല്ലേ. നെഗറ്റീവ് സൈഡിലുള്ളതിന്റെ അതേപോലെ ഒരു സിമെട്രിക് പോർഷൻ പോസിറ്റീവ് സൈഡിലും കാണും. ഇത്രയും എന്താണ്? നെഗറ്റീവ് ടു 0 എന്ന് പറഞ്ഞാൽ 0 to പോസിറ്റീവും സെയിം വാല്യൂ ആണ്. അപ്പൊ ഇതിന് വരെ എന്ത് എഴുതാം? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5385 എന്ന് എഴുതാം. പ്ലസ് വീണ്ടും പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5385. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ടൈംസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5385 എന്ന് കിട്ടും. ഇനി എന്താണ്? നോർമൽ ടേബിൾ നോക്കിയിട്ട് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 2 ടൈംസ് നോർമൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ 0.4382 എന്നാണ്. അതായത് 0.8764 എന്ന് കിട്ടും നോർമൽ ടേബിളിൽ നിന്ന്. ഇതാണ് നമ്മുടെ ഈ റിക്കോർഡ് പ്രോബിലിറ്റി. അതായത് നോർമൽ ടേബിൾ ഫോട്ടോ കോപ്പി എടുത്ത് എക്സാമിന് കൊണ്ടുപോകാം. നോർമൽ ടേബിൾ നോക്കിയിട്ട് അപ്പൊ അവിടെ ഇങ്ങനെ കുറെ വാല്യൂ കാണും, ഇങ്ങനെ മുകളിലോട്ട് കുറെ വാല്യൂ കാണാം.
ഇവിടെ ഇങ്ങനെ വന്നിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1.5 ഇവിടെ വരും. ഒരു 1.5 ഇവിടെ വരും. ഇവിടെ വീണ്ടും ഒരു പോയിന്റ് നോട്ട് 1.02 0.03 ഇങ്ങനെ ഒരു പോയിന്റ് നോട്ട് 5 നോട്ട് 1 നോട്ട് 2 അങ്ങനെ അങ്ങനെ വന്നിട്ട് ഒരു പോയിന്റ് നോട്ട് 5 ഉണ്ട്. അപ്പൊ 1. നോട്ട് 3 മതിയല്ലേ? നോട്ട് 3 മതി. 1.5 കഴിഞ്ഞാൽ പിന്നെ നോട്ട് 3 അല്ലേ? അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? പോയിന്റ് നോട്ട് 3. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഭാഗത്ത് കണ്ട ഇവിടെ ഒരു വാല്യൂ കാണാം. അപ്പൊ ഇവിടുത്തെ 1.5ഉം പിന്നെ അവിടെ നിന്ന് പോയിന്റ് നോട്ട് 3യും കൂടെ എടുക്കുമ്പോഴത്തേക്ക് അത് ചേർന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു വാല്യൂ കാണും. ആ വാല്യൂ നമ്മൾ നോർമൽ ടേബിൾ നോക്കി എടുക്കുന്നു. ആ വാല്യൂ ആണ് 0.4382. 0.4382. അത് അതിന്റെ 2 ടൈംസ് ആണ്. 2 × 0.4382. അപ്പോഴത്തേക്ക് നമുക്ക് റിക്വേർഡ് പ്രോബിലിറ്റി കിട്ടി 0.8764. ഓക്കെ. അപ്പൊ നോർമൽ ടേബിളിന്റെ ഫോട്ടോ കോപ്പി എക്സാമിന് കൂടെ കൊണ്ടുപോകാം. അപ്പൊ നോർമൽ ടേബിൾ നോക്കിയാണ് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാൽക്കുലേറ്ററും ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പൊ ഈ സെൻട്രൽ ലിമിറ്റ് തരത്തിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ലൈഫ് ടൈം ഓഫ് എ സർട്ടൻ ബ്രാൻഡ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് may be considered as a random variable with mean 1200 hours. മീൻ എന്താണ്? മ്യൂ തന്നിട്ടുണ്ട്. മീൻ 1200 hours. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് സിഗ്മ 250. ഫൈൻഡ് ദ പ്രോബിലിറ്റി യൂസിംഗ് സെൻട്രൽ ലിമിറ്റ് തിയറം ദി ആവറേജ് ലൈഫ് ടൈം ഓഫ് 60 ബൾബ്സ്. അപ്പൊ 60 എന്താണ്? n 60 ബൾബ്സ് exceeds 1250 hours. കണ്ടുപിടിക്കേണ്ടതാണ് പ്രോബിലിറ്റി ഓഫ് ഇതിന്റെ ലൈഫ് ടൈം. ആവറേജ് ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? x ബാർ. ആവറേജ് ലൈഫ് ടൈം x ബാർ exceeds ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1250 hours. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയാണ് ഉള്ളത്. മ്യൂ അറിയാം 1200 hours. സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 250. നമ്പർ ഓഫ് ബൾബ്സ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇസഡ് എന്താണ്? അതായത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ് ഇസഡ്. എക്സ് ബാർ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എക്സ് ബാർ വെച്ചല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ലൈഫ് ടൈം എക്സ് ബാർ ഉണ്ടെങ്കിൽ മീൻ എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n അല്ലേ? രണ്ടാമത്തെ ഫോർമുല എക്സ് ബാർ വരണമെങ്കിൽ എന്താണ്? എക്സ് ബാർ ആണുള്ളതെങ്കിൽ ഇസഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. നമുക്ക് ഈ വാല്യൂസ് അറിയാം. എക്സ് ബാർ മൈനസ് മ്യൂ എന്താണ്? 1200 ബൈ സിഗ്മ എന്താണ്? 250 ബൈ റൂട്ട് n റൂട്ട് 60. ഇതാണ് വേണ്ടത്. ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ റിക്വേർഡ് പ്രോബിലിറ്റി ഇതാണ്. നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ആക്കും. അതായത് ഇപ്പുറത്ത് ഇതേപോലെ വരണം. എക്സ് ബാർ മൈനസ് അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് 1200 ബൈ 250 ബൈ റൂട്ട് 60 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പുറത്തും ഇതേ ടൈം ചെയ്യണം. 1250 മൈനസ് 1200 ബൈ 250 ബൈ റൂട്ട് 60. നമ്മൾ രണ്ട് സൈഡും ഈ എടുത്തതുപോലെ ആക്കി. ഇവിടെ എന്താണോ കിട്ടിയത് അതേപോലെ അപ്പുറം ആക്കിയാണ്. അപ്പൊ ഇതിന് നമുക്ക് ഇസഡ് എന്ന് കൊടുക്കാം. ഇത് ഇസഡ് അപ്പുറത്തല്ലേ വാല്യൂഷൻ വരുന്നുള്ളൂ. അതായത് പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് 50 ആണ്. ഈ റൂട്ട് 60 കൂടെ മുകളിൽ കയറും. റൂട്ട് 60 ബൈ 250 ഇതല്ലേ? അതായത് പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 60 ബൈ 5 തവണ. 5 തവണയാണോ? 2 4 5 തവണ ഇങ്ങനെ കിട്ടി. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാമല്ലോ. അതായത് പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.549 എന്നാണ് കിട്ടുന്നത്.
ഇനി നോർമൽ ടേബിൾ നോക്കിയിട്ട് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് രീതിയിലാക്കണം. ഇതിപ്പോ സ്റ്റാൻഡേർഡ് രീതിയല്ല. നമ്മൾ എങ്ങനെ സ്റ്റാൻഡേർഡ് രീതിയിലാക്കും? അതായത് ഒരു ഫിഗർ വരച്ചു നോക്കാം. നോർമൽ കർവ് എന്താണ്? നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ഇതിന് അടുത്ത് വരുന്നത് 0 ആണ്. ഇങ്ങോട്ട് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? 1.549 എന്ന ഒരു പോസിറ്റീവ് വാല്യൂവിന്റെ ശേഷമുള്ളതാണ് വേണ്ടത്. ഇവിടെ ഒരു വാല്യൂ വന്നു 1.549, ഒരു പോസിറ്റീവ് സൈഡിലെ വാല്യൂ ആണ്. അതിനുശേഷമുള്ള എല്ലാ വാല്യൂസും വേണം. ഇത്രയുമാണ്, കണ്ടോ? അതിനുശേഷമുള്ള എല്ലാം വേണം. നമുക്ക് 0 to ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താ ചെയ്യണം? നമുക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. പകുതി എന്താണ്? പകുതി 0 മുതൽ പകുതി അത്രയും 0.5 ആണ് അല്ലേ? ആ 0.5ൽ നിന്നും ഇത്രയും കുറച്ചാൽ പോരെ? അത്രയും വാല്യൂ കിട്ടൂലേ? പകുതി വാല്യൂ 0.5 ആണ്. ആ 0.5ൽ നിന്നും നമുക്ക് 0 മുതൽ ഈ പോയിന്റ് വരെയുള്ള വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാക്കി റിക്കോർഡ് ഏരിയ കിട്ടും അല്ലേ? അതായത് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.549. ഇപ്പൊ ഇത് സ്റ്റാൻഡേർഡ് രീതിയിലായി. അതായത് 0.5 മൈനസ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? നോർമൽ ടേബിൾ എടുക്കും. എന്നിട്ട് 1.549ന്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കും. അപ്പോൾ കിട്ടുന്നത്, ഇനി നമുക്ക് നോർമൽ ടേബിൾ എടുത്തിട്ട് ആ 1.549 അതിന്റെ വാല്യൂ എടുക്കണം. പിന്നെ രണ്ട് ടൈമിലൊന്ന് ആക്കുമ്പോൾ എന്ത് വരും? 1.549 എന്ന് പറയുന്നത് 1.549. നമുക്ക് രണ്ട് ടേംസിൽ കണ്ടുപിടിക്കാം. 1.55 ഒന്ന് റൗണ്ട് ചെയ്യാം. ഇത് 9 അല്ലേ? അപ്പൊ ഇതിൽ കൂടെ കേട്ടുമ്പോൾ 1.55. നോർമൽ ടേബിളിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ആ ചാർട്ട് എടുത്തു. ഇവിടെ കുറെ വാല്യൂസ് കാണും, അങ്ങോട്ട് കുറെ വാല്യൂസ് കാണും. ഇവിടെ എന്താണുള്ളത്? 0.00, 0.01, 0.01, 0.02, അങ്ങനെ വന്നിട്ട് അവസാനം ഒരു 0.05 ഉണ്ട്. അങ്ങനെ 0.09 വരെ ഉണ്ട്. ഇവിടെ ഇടയ്ക്കൊരു വാല്യൂ ആണ് 0.05. അങ്ങനെ 0.09 വരെ ഉണ്ട്. താഴോട്ട് എന്താണ്? 0.0, 0.1, 0.2 ഇങ്ങനെ വന്ന് ഇടയ്ക്കൊരു 1 വരും. അടുത്ത് വീണ്ടും 1.1, 1.2, 1.3, 1.4, 1.5. നമുക്ക് 1.5ന്റെയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു 3 പോയിന്റ് സംതിങ് വരെ വരും. നമുക്ക് നോർമൽ ടേബിൾ ഇല്ലാത്തതിന്റെ വാല്യൂ ആണെങ്കിൽ 0.5 എന്ന് എടുക്കാം. ഇവിടെ ഇല്ലാത്തതിന്റെ വാല്യൂ ബാക്കിയെല്ലാം 0.5 ആണ്. അപ്പൊ ഇവിടെ ഒരു വാല്യൂ 1.5 വരും. 1.5ഉം ഇവിടത്തെ 0.05 ഇവിടെ എടുക്കണം. ഇപ്പൊ കണ്ടോ ഇങ്ങനെ വരുന്ന വാല്യൂ അതിന്റെ കൂടെ ചേരുമ്പോൾ എന്തായി? 1.55 ആയി. അവിടെ ഒരു വാല്യൂ കാണും. ആ വാല്യൂ എടുത്ത് എഴുതുക. അതായത് 0.4394 എന്നാണ് ഈ വാല്യൂ. 0.4394. 0.5ൽ നിന്നും 0.4394 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.0605 എന്ന് കിട്ടും. കണ്ടോ, നമ്മുടെ നോർമൽ ടേബിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ടെസ്റ്റിന് ബാക്കിൽ ഉണ്ടായിരുന്നതാണ്. നോർമൽ ടേബിൾ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇത് വാല്യൂസ് ഉണ്ട്. 0.0, 0.1, 0.2, അങ്ങനെ 1 കഴിഞ്ഞിട്ട് 1.1, 1.2, അങ്ങനെ ഒരു 2.0 വരെ, വീണ്ടും അങ്ങനെ 2.1, 2.2, അങ്ങനെ 3.0 വരെ ഈ ടേബിളിനകത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് 0.00, 0.01, 0.02, 0.03, അങ്ങനെ 0.09 വരെ വരും. നമ്മൾ ഇവിടെ ആവശ്യമുള്ള എന്താണ്? 1.55 ആണ്. അപ്പൊ ഇവിടെ നിന്ന് 1.5 എടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 0.05 കൂടെ എടുക്കും. ആ ഭാഗത്ത് വരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് എടുക്കുന്നത്. ആ വാല്യൂ എന്താണ് കിട്ടുന്നത്? 0.4394 എന്നാണ്. നമ്മൾ അതിനെ 0.5ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.0606 എന്ന്. അതാണ് നമ്മുടെ റിക്വേർഡ് പ്രോബിലിറ്റി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഷുവർ ടൈപ്പ് ആണ്. ഈ ഒരു ടൈപ്പ് പഠിച്ചിരുന്നാൽ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് x1, x2, x3, etc., xn are Poisson random variables with parameter lambda equal to 2. പോയിസോൺ റാൻഡം വേരിയബിൾസ് ആണ്. അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ലാംഡ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഈക്വൽ ടു ലാംഡ, വേരിയൻസ് ഈക്വൽ ടു ലാംഡ അല്ലേ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് മീൻ എന്ന് പറയുന്നത് മീൻ ലാംഡയാണ്. അതേപോലെ വേരിയൻസും ലാംഡയാണ്. അതാണ് 2.
അങ്ങനെയാണെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു 2 അല്ലേ? മ്യൂ 2 ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ 2 ആണ്. ഇതല്ലേ മീനിങ്? നമുക്ക് ഇവിടുത്തെ മീൻ എന്താണ്? ഇവിടുത്തെ മീൻ മ്യൂ ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ മ്യൂ 2 ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയറും 2 ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യൂസ് സെൻട്രൽ ലിമിറ്റ് തിയറം ടു എസ്റ്റിമേറ്റ് പ്രോബിലിറ്റി ഓഫ് 120 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SN ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മിന്റെ കാര്യമാണ്. അപ്പൊ SN എടുക്കുമ്പോൾ എന്താണ്? SN ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എന്താണ്? മീൻ n മ്യൂ അല്ലേ? മീൻ n മ്യൂ. SN എടുക്കുമ്പോഴത്തെ മീൻ എന്താണ്? n മ്യൂ ആണ്. ആൻഡ് വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ n ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ n. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അതിന്റെ റൂട്ടാണ് സിഗ്മ റൂട്ട് n അല്ലേ? നമ്മൾ സം എടുക്കുമ്പോഴത്തേക്ക് മീൻ എന്താണ്? n മ്യൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n. അപ്പൊ സം വരുമ്പോൾ എന്ത് പറയാം? SN ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ n. നമുക്ക് ഈ മെയിൻ n മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n കണ്ടുപിടിക്കാം. n മ്യൂ എന്താണ്? n 60 ആണ്. മ്യൂ എത്ര? 2 ആണ്. അപ്പൊ എത്ര കിട്ടും? 60 അല്ല, n 75 ആണ്. n 75 ആണ്. ക്വസ്റ്റ്യൻ ഉണ്ട്. n 75 ഇൻറ്റു 2 എന്താണ്? 150 എന്ന് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് n ആണ്. സിഗ്മ എന്താണ്? ഇതിന്റെ റൂട്ട്. അപ്പൊ റൂട്ട് 2 ഇൻറ്റു റൂട്ട് n റൂട്ട് 75 അതായത് റൂട്ട് 150 ഇങ്ങനെ കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയന്റ് എന്താണ്? Zn ഈക്വൽ ടു എന്ത് വരും? SN വരുമ്പോഴേ SN മൈനസ് n മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇതല്ലേ Zn ന്റെ ഫോർമുല? SN മൈനസ് n മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. അതായത് Zn ഈക്വൽ ടു SN മൈനസ് n മ്യൂ എന്താണ്? n മ്യൂ എന്ന് കണ്ടുപിടിച്ചതായിരുന്നു 150 ബൈ സിഗ്മ ബൈ റൂട്ട് n. സിഗ്മ എന്താണ്? സിഗ്മ ബൈ റൂട്ട് n. സിഗ്മ ബൈ റൂട്ട് n അല്ല, സിഗ്മ ഇൻറ്റു റൂട്ട് n ആണ്. സിഗ്മ ഇൻറ്റു റൂട്ട് n. ഫസ്റ്റ് ഫോർമുലയിൽ സിഗ്മ ഇൻറ്റു റൂട്ട് n ആണ്. സിഗ്മ ഇൻറ്റു റൂട്ട് n എന്താണ്? റൂട്ട് 150. നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. SN വരെയാണെങ്കിൽ Zn ഇതാണ്. SN മൈനസ് n മ്യൂ ബൈ സിഗ്മ റൂട്ട് n. x ബാർ വരെയാണെങ്കിലോ? x ബാർ പറഞ്ഞ ഫോർമുല എന്താണ്? Zn ഈക്വൽ ടു x ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. രണ്ട് ഫോർമുല ഉണ്ട്. ഇവിടെ നമുക്കുള്ളത് സം ആണ്. അപ്പൊ SN മൈനസ് n മ്യൂ ബൈ സിഗ്മ റൂട്ട് n. n മ്യൂയുടെ വാല്യൂ 150 ആണ്. സിഗ്മ റൂട്ടന്റെ വാല്യൂ റൂട്ട് 150 ആണ്. ഇനി നമുക്ക് റിക്കോർഡ് പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. റിക്കോർഡ് പ്രോബിലിറ്റി ഇതല്ലേ? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമ്മൾ മൂന്ന് സൈഡും അതേ ടേമിലാക്കും. 150 മൈനസ് ചെയ്യും, റൂട്ട് 150 ഡിവൈഡ് ചെയ്യും. പ്രോബിലിറ്റി ഓഫ് 120 മൈനസ് 150 ബൈ റൂട്ട് 150 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SN മൈനസ് 150 ബൈ റൂട്ട് 150 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160 മൈനസ് 150 ബൈ റൂട്ട് 150. ഇതല്ലേ? നമ്മൾ മൂന്ന് സൈഡ് ഒരേപോലെ ആക്കും. എന്നിട്ട് ഇതിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാം. മൈനസ് 2.45 ആണ്. ഇതെന്താണ്? ഇത് Zn ആണ്. Zn ഇതെന്താണ്? 0.85 ആണ്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് രീതിയിലാക്കാം. നമ്മുടെ നോർമൽ കർവ് എന്താണ്? നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് അല്ലേ? ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ഈസ് 1. നടുക്ക് 0 ആണ്. മൊത്തം ഏരിയ 1 ആണ്. അപ്പൊ പകുതി 0.5 ഇതാണ്. പോസിറ്റീവ് സൈഡിൽ 0.5, നെഗറ്റീവ് സൈഡിലും 0.5. നമുക്കൊരു നെഗറ്റീവ് വാല്യൂ മുതൽ ഒരു പോസിറ്റീവ് വാല്യൂ വരെയാണ് വേണ്ടത്. ഒന്ന് വരച്ച് നോക്കാം. മൈനസ് 2.45 മുതൽ 0.85 വരെ വേണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഇത്രയുമാണ്. ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് എങ്ങനെ എഴുതാം? നമുക്കൊരു 0 to പോസിറ്റീവ് വാല്യൂ മാത്രമേ നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഇത്രയും പ്ലസ് ഇത്രയും അല്ലേ?
അതായത് പ്രോബിലിറ്റി ഓഫ് -2.45 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് തൊട്ട് 0 വരെയുള്ളത് പ്ലസ് 0 മുതൽ 0.85. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.85 അല്ലേ. ഈ നെഗറ്റീവ് സൈഡിലുള്ളതിനെ ഇതേപോലെ പോസിറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. നെഗറ്റീവ് സൈഡിലുള്ളതിന്റെ ഒരു സിമെട്രിക് പോർഷൻ പോസിറ്റീവ് സൈഡിലും കാണും. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം പ്രോബിലിറ്റി ഓഫ് 0 കണ്ടുപിടിച്ചാൽ പോരെ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.45 കണ്ടുപിടിച്ചാൽ പോരെ. ഇതും പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.85 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. നോർമൽ ടേബിൾ നോക്കിയിട്ട് ഈ രണ്ടിന്റെയും വാല്യൂ എടുത്ത് ആഡ് ചെയ്യുക. ഇതിന്റെ ആദ്യത്തെ വാല്യൂ വരുന്നത് 0.4927, രണ്ടാമത്തിന്റെ വാല്യൂ വരുന്നത് 0.2939. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0.7866 എന്ന് കിട്ടും. ഉണ്ടോ? അപ്പൊ ഇനി വാല്യൂ എടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സാമ്പിൾ ലിമിറ്റ് എടുത്ത് കിട്ടും. ഇതേപോലെ തന്നെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടും. അതിന്റെ സെയിം ടൈപ്പ് തന്നെയാണ് ഈ സെൻട്രൽ ലിമിറ്റ് തിയറി പറഞ്ഞത്. ഇതിൽ നിന്നും ഒരു ഷുവർ 7 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഇനി നോക്കാം ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും. 0 മുതൽ 2.45 വരെ ഉള്ളത് നമ്മൾ നോർമൽ ടേബിൾ എടുക്കുന്നു. തുടങ്ങുന്നത് 0.0, ഇവിടെയും 0.00. അടുത്തെന്താണ് 0.1, 0.2 അങ്ങനെ വന്ന് ഒരു 1.0 വരെ എത്തും. പിന്നെ 1.1, 1.2 അങ്ങനെ വന്ന് 3 വരെ ഉണ്ട്. 3 വരെ. അപ്പൊ നമുക്ക് വേണ്ടത് 2.4 ഇങ്ങനെ വന്നിട്ട് ഒരു 2.45 ഇവിടെ 2.4ന്റെ അടുത്തെത്തും. ഇവിടെ അതേപോലെ 0.01, 0.02 അങ്ങനെ വന്നിട്ട് 0.09 വരെ ഉണ്ട്. 0.09 വരെ ഉണ്ട്. നമുക്കിനി അടുത്ത് ഏത് വേണം? 2.45 ആണ്. 0.05 എടുക്കണം. ഇടയ്ക്കൊരു 0.05 ഉണ്ട്. അപ്പൊ ഈ 2.4നും ഈ 0.05നും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ നോർമൽ ടേബിൾ നോക്കി എഴുതി വെക്കണം. ആ വാല്യൂ ആണ് 0.4927. കണ്ടോ? ആ വാല്യൂ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് 0.85 ആണ്. 0.85 ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. 0.8 ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു 0.8 കാണുമല്ലോ. 0.85 ആണ്. 0.8 അതേപോലെ 0.85 അവിടെ നിൽക്കുന്നു. അപ്പൊ 5 ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.7866 അല്ല 0.2939 എന്ന് കിട്ടും. കണ്ടോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി കിട്ടും. ഓക്കെ.